ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വരവ് ഇസ്രായേൽ ചരിത്രം 233 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. യോന പ്രവാചകന്റെ 2ാമത്തെ ഭാഗം. യോന തർശീസ് കപ്പലിൽ കയറി, കൂലി കൊടുത്തു. യഹോവയുടെ സ്ഥലത്ത് നിന്നും തർശീസിലേക്ക് ഓടിപ്പോയി. അതിൽ കയറി ഇനിയും ദൈവം ശല്യം ഉണ്ടാക്കിയല്ല എന്ന് വിചാരിച്ചായിരിക്കാം എൻ്റെ ഒരു ചിന്താഗതി. കാരണം യോന ഒരു പാവപ്പെട്ട പ്രവാചകനാണ്. യോനായോട് നിർബന്ധിക്കുകയാണ്, നീ നിനവേ ചെല്ല്. നിനവേലുള്ള ആളുകളെ പറ്റിയൊക്കെ യോനയ്ക്ക് നല്ല പരിചയമുണ്ട്. പിന്നെ എതിരെ പ്രസംഗിക്കേണ്ടത്. എതിരെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും നിലനിൽപ്പുണ്ടായില്ല. അതുകൊണ്ട് യോന ഇതൊരു ശല്യമാണെന്ന് വിചാരിച്ച് അവൻ തർശീശിലെ കപ്പലിൽ കയറി ഓടി. തനിക്കിനി ഒരു പ്രയോജനം വേണ്ട, ഒന്നും വേണ്ട എന്നുള്ള ചിന്താഗതി തന്നെ വരിച്ചും കാണും. ഇതൊക്കെ നമ്മളും മാനുഷികമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രയാസങ്ങളാണ്. താന് തർശീശിൽ പോയിട്ട് ഇനി ഇങ്ങോട്ട് മടങ്ങി വരുന്നില്ലെന്ന തീരുമാനം കൂടെ കാണുമായിരിക്കും. കാരണം ആ നിലയിൽ യോന അങ്ങായി കഴിഞ്ഞു. യോന ടിക്കറ്റൊക്കെ എടുത്ത് കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടില് ഒരുപാട് മനസ്സിന്റെ പ്രയാസം കൊണ്ട് അങ്ങനെ കടന്നു ഉറങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. 1:4. ദൈവത്തിന്റെ കയ്യിൽ പെരുങ്കാറ്റുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ഈശാനമൂലം കാറ്റൊക്കെ ഉണ്ട്. കാരണം എന്താണ്? യോനെ മാത്രമേ നിനവയിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ദൈവത്തിനു മനസ്സിലായി. കപ്പൽ പ്രമാണി ഓരോരുത്തരെ തട്ടി എഴുന്നേൽപ്പിച്ചു. നമ്മുടെ യോനെയും തട്ടി എഴുന്നേൽപ്പിച്ചു. നിന്റെ ദൈവത്തോടെ വിളിച്ചപേക്ഷിക്കാം, ഒരുപക്ഷെ കാറ്റ് മാറാൻ സാധ്യതയുണ്ട്. യോന പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്നൊന്നൊരു പിടിയില്ല. എന്തായിരുന്നാലും ഒടുവിലെ അവരെല്ലാം പറഞ്ഞു, ഏതോ ഒരുത്തൻ ഇതിനകത്തുണ്ട്, അവൻ കാരണമാണ്. കാരണം അവരുടെ കാഴ്ചപ്പാട് ഭയങ്കരമാണ്. അവൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു ആത്മീയ പാഠമായിട്ട് നമ്മളും മനസ്സിലാക്കണം. ഈ കാലത്ത് നമ്മുടെ സഭയുടെ വളർച്ചയുടെ മുരടിപ്പ്, വളർച്ചയില്ല, വളരുന്നില്ല, ആളുകൾ സഭ വിട്ടു പോകുന്നു. ഇതിന്റെ പുറകിൽ ദൈവഹിതമില്ലാത്ത ആരൊക്കെയോ സഭകളിലുണ്ട് എന്ന് കാര്യം കൂടെ ഓർക്കണം. കാരണം പരാജയത്തിന്റെ കാരണം ദൈവഹിതമില്ലാത്ത പലരും അകത്ത് കയറി ദർശനം ഉള്ളവരുടെ ദർശനം ഇല്ലാതാക്കുന്ന സ്വഭാവം ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണെന്നോട് ചെറിയൊരു ആലോചനയും കൂടെ ഞാൻ പറയുന്നു. അവർക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായല്ലോ. കാരണം ഇതിനകത്തെ ഏതോ ഒരുത്തനുണ്ട്, അവൻ മുഖേനയാണ്. നമ്മളും വളരെ വളരെ ശ്രദ്ധിക്കണം. സഭയുടെ വളർച്ചയുടെ ഇല്ലായ്മ എന്താണെന്നും വളരാത്തതിന്റെ കാരണം എന്താണെന്നും നമ്മൾ ഓരോ ലോക്കൽ സഭയിൽ ചിന്തിക്കേണ്ട ഏറ്റവും അത്യാവശ്യമാണ് എന്നുകൂടെ ഓർപ്പിക്കുന്നു. അവര് കാര്യം ചെയ്തു, അവര് പ്രാർത്ഥിച്ച് അവരുടെ ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ച് ചീട്ടിട്ടു. ചീട്ട് വീണതോ നമ്മുടെ യോന പ്രവാചകന്. യോന പ്രവാചകനോട് ചില ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നു. ഒന്ന്, നിന്റെ തൊഴിൽ എന്ത്? നീ ഏത് നാട്ടുകാരൻ? നീ ഏത് ജാതിക്കാരൻ? അദ്ദേഹത്തിന്റെ മറുപടി വളരെ രസകരമാണ്. ഞാൻ സ്വർഗീയനായ ദൈവത്തിന്റെ അല്ലെങ്കിൽ മഹാദൈവത്തിന്റെ ഒരു ദാസൻ, ഞാനവനെ ആരാധിച്ചു പോരുന്നു. ചീട്ടിട്ടവർക്കാകെ പ്രശ്നമായി. കാരണം ഇത്രയൊരു ഭക്തന്റെ മേൽ ചീട്ടി വീണപ്പോൾ ആകെ അങ്കലാപ്പമായി. ഒടുവിലെ
അവരും ബുദ്ധിമാന്മാരല്ലേ? അവര് ചോദിച്ചപ്പോൾ യോന തന്റെ ചരിത്രം മുഴുവൻ പറഞ്ഞു. നിലവിലേക്ക് പോകുന്ന കാര്യവും ഈ കപ്പലിൽ കയറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോലെ അവര് ചോദ്യം ചോദിക്കുന്നു, നീ അതെന്തിനു ചെയ്തു? യോനയ്ക്ക് ഒരു മനപ്രയാസമില്ല, മരണഭീതി ഒന്നുമില്ല. യോന ഒരു കാര്യം പറഞ്ഞു, ഈ സമുദ്രം ഇപ്പോൾ ഇനി അടങ്ങണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. എന്താണ്? എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇടുക. അവർക്കാകെ പേടിയായി. യോനയ്ക്ക് പേടിയില്ല. കാരണം യോന ആ നിലവാരത്തിലായി കഴിഞ്ഞു. കാരണം നിലവിലേക്ക് പോകുന്നയില്ല. പോയി കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടാകും. ഞാൻ തിരിച്ചു വരികയില്ല. ആ ഭീതിയാണ് വിളി കിടക്കുന്നത്. നോക്കിക്കോണം, കപ്പൽ അവിടെ നിന്ന് പുറപ്പെട്ടപ്പം മുതലേ ഒരു വലിയ തിമിംഗലവും, ഒരു മഹാ തിമിംഗലം ഇതിന്റെ പിന്നാലെ വരികയാണ്. എന്തിനു വേണ്ടി? യോനയെ അക്കരയ്ക്ക് കടത്തുവാൻ, ഇവിടെ നിനവയിലേക്ക് കടത്തുവാൻ. ഓ, ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കേ. വേറെ ഒരു വഴിയില്ല ദൈവത്തിന്. ഒരു വലിയ തിമിംഗലത്തോട് ദൈവം കൽപ്പിച്ചു, യോനയെ വിഴുങ്ങാൻ പറഞ്ഞു. ഇനി ഒരു വലിയ തിമിംഗലത്തിന്റെ വലിപ്പം നോക്കാം. ഏകദേശം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 150 അടി ഭാരമുണ്ട്. ഞാൻ പറഞ്ഞ ഒന്ന് തിരുത്തി പറയാണ്, 130 അടി നീളമുണ്ട്. ആദ്യം പറഞ്ഞ തെറ്റായിപ്പോയി. 200 ടണ്ണ് ഭാരമുണ്ട്. നോക്കിക്കോണം അതിന്റെ വലിപ്പം. ഒരു ദിവസത്തെ ആഹാരം 4 ടൺ ആഹാരം വേണം. ഇതാണ് വയറ് നിറയണമെങ്കിൽ 4 ടണ്ണ് വേണം. യോനയ്ക്ക് വേണ്ടി ഈ മഹാമത്സ്യവും ഒരുപാട് ബുദ്ധിമുട്ടി അതിന് പിന്നാലെ വരികയാണ്. മത്സ്യം യോനയെ വിഴുങ്ങി. നമ്മളൊന്ന് കണക്കൂട്ടിക്ക്, 4 ടണ്ണ് ഭാരമുള്ളതായ ഒരു ടാങ്ക്. ആ ടാങ്കിൽ നമ്മുടെ യോന അവിടെ എത്തിച്ചേർന്നു. കഴുത്തോളം വെള്ളവും കൊച്ചുമീനും വലിയ മീനും എല്ലാം കൂടി ഇങ്ങനെ ചത്തതും ചാകാത്തതും ഒക്കെ ഇങ്ങനെ യോനയ്ക്ക് ചുറ്റും കറങ്ങി നടക്കുകയാണ്. ആളവിടെ ആ ടാങ്കിനകത്ത് 3 രാത്രിയും 3 പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തോ പ്രാർത്ഥിച്ചെന്നറിയില്ല. 3-ാം ദിവസമായപ്പോൾ നമ്മുടെ യോനെ മഹാമത്സ്യം നിനവയുടെ തീരത്തെ എന്ന് പറഞ്ഞാൽ ഈ തിമിംഗലമൊന്നും തീരത്ത് വരത്തില്ല, വളരെ ദൂരെ വരുള്ളൂ. അന്നേരം നമ്മുടെ യോനയെ അവിടെ വെള്ളത്തിൽ എത്തിച്ചാൽ യോന എത്തുപോകും. ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കോണം. ഒനാഞ്ഞ് ഛർദിച്ചു. യോന തെറിച്ച് വീണത് നിനവയുടെ കരയ്ക്ക് വീണു. യോന ദൈവസന്നിധാനം വിട്ട് ഓടിപ്പോയെങ്കിലും പാപം നിമിത്തമല്ല, അവന്റെ മനസ്സിൽ പേടി നിമിത്തം ഓടിപ്പോയെങ്കിലും നമ്മുടെ ദൈവം സ്നേഹസമ്പന്നനാണ്. അവനെ തേടി ഇതാ വലിയൊരു തിമിംഗലത്തെ ദൈവം അയച്ചു. സുരക്ഷിതമായിട്ട് നിനവയിൽ അവനെ ആക്കി. എന്റെ വാക്കുകൾ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായ സഹോദരങ്ങളെ, ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. ഭാരതത്തിൽ ഒരു വലിയ ഉണർവിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും വലിയൊരു ഉണർവുണ്ടാകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.